റമദാൻ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യലൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലൊരു റെസിപ്പി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെറിയൊരു ബ്രെഡിൻ്റെ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ളത് കുറച്ച് ഈത്തപ്പഴം കൂടെ ചേർത്തിട്ട് മധുരം ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴവും മധുരവും കൂടെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മധുരം മാത്രം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുന്നേ തന്നെ റെസിപ്പി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ താഴത്ത് ഒന്നും കൂടെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് ലിങ്ക് കൊടുത്തേക്കാം. ഇന്നത്തെ രണ്ട് വിഭവങ്ങളും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ കടയിൽ നിന്നിട്ട് ആ തിരക്കിൻ്റെ ഇടയിലാണ് വോയിസ് ഓവർ കൊടുത്തത്. അത് കാരണം നന്നായിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഈ നേരം വരെ ഞാനത് കേട്ട് പോലും നോക്കിയിട്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് എന്തൊക്കെ വള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് പഠിച്ചവനും അത്ര അറിയത്തുള്ളൂ. പിന്നെ ഇന്ന് കടയിൽ നിന്ന് വന്നപ്പോൾ കുറച്ചങ്ങ് ലേറ്റ് ആയി പോയിട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് ഇന്നത്തെ നോമ്പ് തുറ ഉണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ലൈലാത്ത കട്ട്ലറ്റുമായിട്ട് വന്നത് കേട്ടോ. നിങ്ങൾ ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൈലാത്താനെ മിസ് ചെയ്യുന്നുണ്ട്, അതൊന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ. ലൈലാത്ത പഴയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ആർക്കും ഒരു മാറ്റവും ഇല്ല, പഴയ അതേപോലെ തന്നെയാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒന്നും വേണ്ടാന്ന്. പിന്നെയാണ് ലൈലാത്ത പറഞ്ഞ ചിക്കൻ കട്ട്ലറ്റാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഉമ്മിക്ക് അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾക്കാണെങ്കിൽ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം. നോമ്പ് പിടിക്കുന്നവരാണല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്നൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചെങ്കിലും ചിക്കൻ കട്ട്ലറ്റിൽ ലൈലാത്ത കൊണ്ടുവന്ന സ്ഥിതിക്ക് ഉമ്മിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ചിക്കനല്ല കേട്ടോ, ഇത് അത് കൂടെ നോമ്പിന് മുന്നേ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അവന് KFC പോലെ നമുക്ക് ഫ്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നോമ്പിന് മുന്നേ എനിക്ക് അതൊന്ന് പൊരിച്ചു കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അത് പെരട്ടി അങ്ങനെ വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേറൊന്നും അത് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ ഇപ്പം സമയമില്ലാത്ത കാരണം ഞാൻ ഓട്സും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കാണിച്ചു തരാം. ഇതുപോലെ ഏത്തപ്പഴം വട്ടത്തിലരിഞ്ഞിട്ട് പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വട്ടത്തിലരിഞ്ഞ് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയേ. ഇതിപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പുഴുങ്ങി തന്നെ കിട്ടും. അത്ര തന്നെ വേണ്ട കേട്ടോ, അതിന് മുന്നേ തന്നെ പുഴുങ്ങി കിട്ടും. ഈ നമ്മൾ ഈ എന്താ പറയുക ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് നന്നായി സ്റ്റീമായി കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്നെടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങ അരിഞ്ഞിട്ടുമാണ് കേട്ടോ ചേർക്കുന്നത്, നമ്മുടെ കറുത്ത മുന്തിരി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അവലൊന്ന് വറുത്ത് ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവലാണ്. നമ്മളിവിടെ അവൽ വറുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എന്നും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതൊന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം. പഴം കൊണ്ട് നമ്മൾ വേറെയും ഒരുപാട് ഐറ്റംസൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറച്ച് പേരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട്, പലതും മനസ്സിൽ ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. കുറേയൊക്കെ മറന്നും കൂടെ പോയിട്ടാ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്തിട്ടും ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം മുറിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനോർത്ത് അതൊന്ന് കുറച്ച് നേരം ഇരുന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അത് മുറിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സമയമില്ല. ഞാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം 5:15 ആയിട്ടുണ്ട് കേട്ടോ. 5:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എളുപ്പത്തിലാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നലത്തെ ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ട്, അതുപോലെ വെള്ളപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നും അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും വേണ്ട, ആകെ ഈ ഒരു പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ വന്നപ്പോൾ ഉമ്മി ഗോതമ്പ് കഞ്ഞിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതും ഒക്കെ ആയിട്ട് എടുക്കാം, ജ്യൂസും അടിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഷേപ്പൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ക്രംസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഈ സംഭവം നല്ല കരിമുരാന്നിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു വറുത്ത അവലും കൂടെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല കരിമുരാന്നാണ് കേട്ടോ ഇരിക്കുന്നത്. പുറമേയും നല്ല ക്രിസ്പിയാണ്, അകം കടിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. ആ ഒരു ബ്രെഡിൻ്റെ ആ അവലിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിട്ടോ, എന്നിട്ട് പറയണേ. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും ഇൻഷാല്ലാ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് ആ ഒരു പഴയ ഒരു എനർജിയിലേക്കൊക്കെ തിരിച്ചു വരാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ.
അപ്പോൾ നമ്മളെല്ലാം എന്താ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുട്ടയിലല്ല, ഞാൻ മൈദപ്പൊടി കലക്കിയിട്ട് അതിലാണ് കേട്ടോ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. മുട്ടയിൽ കോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, മൈദ കുറച്ച് നീട്ടി കലക്കിയിട്ട്. പിന്നെ ഇതിൽ നെയ്യിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുത്താലും മതി കേട്ടോ. ഞാനൊരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ 5 എണ്ണം കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇതുപോലെ എപ്പോഴെങ്കിലും ചിക്കനൊക്കെ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഉമ്മിക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ചിക്കൻ കാലും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ മൂടി വെക്കാം. പിന്നെ നമ്മളുടെ ഈ ഒരു ഐറ്റം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കേട്ടോ, ഓപ്ഷണലാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ പഴം കുഴയ്ക്കുന്ന സമയത്ത് അവൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ. നല്ലൊരു ടൈറ്റ് ആയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.